അമ്പലത്തിൽ സുബഹിസ്കാരം അനുഷ്ഠാനസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്ന അഷ്ടൂർ എന്ന് പറയുന്ന പാലപ്പെട്ടി മുൾക്കാവുന്നതിന്റെ ജ്യേഷ്ഠന്റെ അന്വേഷണ മകൻ മരണപ്പെട്ടു നിൽക്കണമെങ്കിൽ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇപ്പോ അവരിലാണ് പ്രായം വളരെ കുറവാണ്. അള്ളാഹു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ എപ്പോഴാണ് മരിക്കാൻ അറിയാലോ. ഒരു പ്രതീക്ഷയില്ലാത്ത മരണം അള്ളാഹു അങ്ങനെയുള്ള ഈമാനോട് മരിക്കാൻ നമ്മുടെ പരിപാടി ഒരു വാഴക്കാട് ഈ പരിപാടി വെച്ചപ്പോ ഇവിടുന്ന് ഒരു 5 കാശ് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് പരിപാടി കഴിഞ്ഞു. ഇനി ജോലിയിൽ ഡിവിഷൻ സൈക്കിൾസ് പ്രകാശിക്കാം. എന്നാലും എന്തെങ്കിലും ഉള്ളത് കൊടുക്കേണ്ട നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് കയ്യിലുള്ളത് അത് തന്ന് ആ പരിപാടിയുടെ സഹായിക്കണം. പിന്നെ കീശയിലുണ്ടായാലും മതി. കൈ ഇങ്ങനെ മാറ്റി പിടിച്ചാൽ صلى الله على محمد صلى الله عليه وسلم 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 صلى الله على മൊബൈലിൽ ഇതാണ് സംവിധാനം കേട്ടോ. എല്ലാ സൗകര്യവും الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد رحمنا ونصربه الدين 6 ആളുകളുടെ ജനാദാകൂട്ടത്തിൽ പാലപ്പെട്ടി എന്ന് പറയുന്നതാണ് അടക്കം. പുറച്ചോട്ടെ അവരുടെ ഖബർ ജീവിതത്തെ പുറച്ചോട്ടെ അടുത്ത വെള്ളിയാഴ്ച പക്ഷേ എന്റെ പേരോ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പേരുണ്ടോ ഞങ്ങൾക്കറിയില്ല. എല്ലാം അറിയുന്നവർക്ക് ഞങ്ങൾക്ക് ദീർഘായുസ് ഇതിന്റെ ത്വാഴത്തിലായി ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണമെന്ന് ഞങ്ങൾ കയ്യിലൊന്നുമില്ല, ഇല്ലെങ്കിലും ഉള്ളതനുസരിച്ച് അപ്പോഴും നിങ്ങൾ ചെയ്യുന്നവരാണ്. വളരെ ഞങ്ങളെ സമ്പത്തിൽ ഈ വലിയ വർദ്ധനവും വർക്കത്തും നൽകണമെന്ന ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ ഇന്നേ വരെ മാനങ്ങളാതെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി തരണമല്ലോ. നീ നിറവേറ്റി തരണം. ദീനിയായി ഞങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ നീ കബൂലാക്കണമല്ലോ. അതൊക്കെ നീ കബൂലാക്കണം. അതൊക്കെ നീ സ്വീകരിക്കണമല്ലോ. ഞങ്ങളെ ഈ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ അതൊക്കെ നീ കാരണമായി ഞങ്ങൾ സ്വീകരിക്കണമല്ലോ. ഈ ഖബർസ്ഥാനിലും പരിസരങ്ങളിലുള്ള ഖബർസ്ഥാനിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അവർ ഈ പ്രാർത്ഥന ഞങ്ങൾ ഓർത്ത് കാത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച അവരുടെ ഖബറിനെ പ്രകാശിപ്പിക്കണമെന്നോ, അവർക്ക് നീ സന്തോഷം നൽകണമെന്നോ, അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണമെന്നോ, അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ സാധുക്കളായ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ ജുമുഅ ആക്കരുത് റഹ്മാനേ. അവസാനത്തെ ജുമുഅ ആക്കരുത് അല്ലാഹ്. ഒരുപാട് ജുമുഅകളിൽ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. രോഗികളായ ഞങ്ങളുടെ കൂട്ടത്തിന് കാരണമെന്നാ ചെറുപ്പക്കാർ എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനേ. എത്ര ആശുപത്രിയിലും പരിസരത്തുള്ള ആശുപത്രികളിലും ഒക്കെ നടക്കുന്ന ഒരുപാട് രോഗികൾ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ കുടുംബം ഉറപ്പുവെച്ച് കാത്തു നിൽക്കുന്ന ഒരുപാട് രോഗികൾ അവർക്കൊക്കെ നീ ശിഫ നൽകണമെന്ന ആ നിലക്കുള്ള ഒരു രോഗം ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ല റഹ്മാനേ. നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടാതെ ജീവിക്കുന്ന മക്കളാക്കി
ഞങ്ങളെ മക്കളെ നീ മാറ്റണം പടച്ചറപ്പെ. വാഴക്കാട് ലിസ്റ്റിൽപ്പെട്ടോ എന്ന് തോന്നുകയാണ്. ഞങ്ങളെ വാഴക്കാട് പരിസരങ്ങളും ഒക്കെ നീ രക്ഷപ്പെടുത്തണം നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. കട്ടിപ്പാറ ഉസ്താദ് ദിവസങ്ങളായ ആശുപത്രിയിലാണ്. മർക്കസിലെ പ്രധാന ഉസ്താദാണ്. പടച്ചറപ്പെ അവർക്ക് നീ ശിഫ നൽകണം നീ ശിഫ നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം നമ്മുടെ പള്ളിയിൽ ഒരുപാട് കാലം വാക്കുകൊടുത്തും ഇമാമത്തും നമ്മളൊപ്പം നിന്ന് കേബി ചില ഓപ്പറേഷൻ കഴിഞ്ഞ ആശുപത്രിയിലാണ്, വീട്ടിലാണ്. നീ ശിഫ നൽകണം നീ ശിഫ നൽകണം റഹ്മാനെ. പെട്ടെന്ന് ഒരസുഖമില്ലാതെ പെട്ടെന്നാണ് അരോഗം അദ്ദേഹത്തിന് വന്നത്. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്കൊക്കെ നീ സലാമത്ത് നൽകണം നീ സലാമത്ത് നൽകണം റഹ്മാനെ. برحمتك يا ارحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين.